നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രേണുസുധിയെക്കുറിച്ചാണ്. അതിനകത്ത് അനുമോളുമുണ്ട്, രേണുസുധിയുമുണ്ട്, നെവിനുമൊക്കെ ഉണ്ട്, ബിന്നി, ഇവരെല്ലാവരെയും കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പറയുന്ന മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ കുറേ ദിവസങ്ങളിലായിട്ട് രേണുസുധിയെ മഹാമോശമായിട്ട് ഒരു യൂട്യൂബറാണ്, അവർ ഫേസ്ബുക്കിലാണ് ഞാൻ കണ്ടത്, ഭയങ്കര മോശമായിട്ട്, അതിഭയങ്കര മോശമായിട്ട് ചീത്ത വിളിക്കുകയും ലാലേട്ടനെ ചീത്ത വിളിക്കുന്നു. ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ എന്താ, നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു നമ്മുടെ മുറിയിലാണെങ്കിൽ പോലും നമ്മളത് പബ്ലിക്കിലേക്ക് വിടുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരവും ഒരു നമ്മളെന്താ പറയുന്നതിന് ചന്തവർത്താനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള സംസാരം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ചിലപ്പോൾ ചിന്തിച്ചു നിന്നിരിക്കുക ഇവർക്ക് ഇത് എന്തിൻ്റെ കേടാന്നൊക്കെ. പക്ഷേ എങ്കിൽ എന്നാൽ പോലും നമ്മൾ പുറത്തത് പറയാറില്ല. നമ്മളത് നമ്മുടെ മോശം വശം നമ്മൾ ഹൈഡ് ചെയ്തിട്ടാണ് പുറത്ത് കാണിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ലാതെ വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല അവരത്. പക്ഷെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുമുണ്ട്, എനിക്കതാണ് മനസ്സിലാവാത്തത്. അതായത് എനിക്ക് പറയാൻ പറ്റാത്തത് മറ്റൊരു പറയുമ്പോഴുള്ള ആ ഒരു സന്തോഷമായിരിക്കാം. എന്നിരുന്നാലും ഈ രേണുസുധി എന്ന് പറയുന്ന സ്ത്രീയെ വളരെ ഒതുങ്ങി, ഭർത്താവുള്ളപ്പം ഒതുങ്ങിക്കഴിഞ്ഞ ഒരു നമുക്കറിയാം, അങ്ങനെ അത്ര വലിയ പരിചയമില്ലാത്ത ഒരാളാണ്. പക്ഷേ എങ്കിൽ അവരത് കഴിഞ്ഞിട്ട് ശേഷം ജീവിക്കാൻ ഒരു ഗതിയുമില്ല. അതായത് 500 രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അവരതിനു വേണ്ടി അവരുടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു അഭിനയിക്കാൻ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ പ്രസക്തമല്ല. പക്ഷേ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അനുമോളെ എനിക്കിപ്പോഴും പറയാനുണ്ട്. ലാലേട്ടൻ പ്രത്യേകം പറയുന്നുണ്ട്, രേണുസുധിക്ക് ഈ പറഞ്ഞ പോലെ വോട്ടില്ലാത്തതുകൊണ്ടല്ല പുറത്ത് പോകുന്നത്, അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പുറത്ത് പോകണം. ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ രേണുസുധി അതിനകത്ത് അനുവിനെക്കാട്ടിലും കൂടുതൽ വോട്ട് രേണുസുധിക്ക് കിട്ടിയതിനെ അവർ ചിലപ്പോൾ കപ്പ് ഉയർത്തിയതെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കാരണം അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു അവർക്ക് പുറത്തുനിന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ള അവരുടെ ആ കോപ്രായമാണെങ്കിലും കാണാൻ ആളുള്ളിടത്ത് ഇപ്പം സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബുദ്ധി രാക്ഷസനാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അയാൾ പറഞ്ഞ 5000 രൂപയ്ക്ക് അയാൾ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് അയാളുടെ കഴിവാണ് അല്ലേ. അയാളുടെ ഒരു കഴിവോ കഴിവുകേടോ അത് അയാൾ പൈസയാക്കി മാറ്റാൻ വേണ്ടി അയാൾ ചെയ്യുന്നത് അത് അവരുടെ ബുദ്ധി അല്ലേ. അതിനിപ്പോൾ നമ്മൾ തർക്കിച്ചിട്ടോ നമ്മൾ കളിയാക്കിയിട്ടോ അല്ലെ അവരെ കുറേ ചീത്ത പറഞ്ഞിട്ടോ എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പിന്നെ അവർ ഈ പറഞ്ഞ പോലെ ആൾക്കാർ എനിക്ക് ഗതിയില്ല എന്ന് പറഞ്ഞിട്ട് തെണ്ടി നടക്കണമായിരുന്നു. അതായിരുന്നോ കാണേണ്ടത്? അവർക്ക് വീട് കൊടുക്കുകയോ വീട് മേടിക്കുകയോ അവരെന്താണ് ചെയ്തത് അതൊക്കെ അവരെ സംബന്ധിക്കുന്ന കാര്യമാണ്. അവരൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിതൊക്കെ അറിയുന്നതും അത് ചർച്ചാ വിഷയമാകുന്നതും. ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഇതുപോലെ മോശമായിട്ട് പ്രതികരിക്കുന്നവരെ നമുക്ക് കാണുമ്പം എനിക്കതെന്തോ മോശം എന്നല്ല, നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ നമ്മൾ വഴക്ക് പിടിക്കുമ്പോൾ നമ്മൾ ഇതിലും മോശമായിട്ടൊക്കെ സംസാരിച്ചിരിക്കും. ആരെങ്കിലും ഒക്കെ ആയിട്ട് വഴക്കൊക്കെ പിടിക്കേണ്ടി വന്നാൽ സംഭവം ശരിയാണ്. പക്ഷേ നമുക്ക് ഒരു ദ്രോഹം ചെയ്യാത്ത ഒരാളെ നമ്മൾ എന്തിനാണ് അങ്ങനെ പറയുന്നതാണ് എൻ്റെ ചോദ്യം. മനസ്സിലായോ? ഇപ്പം നമുക്കെതിരെ ഒരാൾ ഒരു ആക്രമണം അഴിച്ചു വിട്ടു, അവർ ഭയങ്കരമായിട്ട് നമ്മളെ റിയാക്ട് ചെയ്തു. ശരി, നമ്മൾ അതുപോലെ തിരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യും, ജയിക്കാൻ വേണ്ടി നമ്മൾ എന്തും പറയാം. പക്ഷേ എന്നാലും നമുക്കൊരു ദ്രോഹം ചെയ്യാത്ത ആളെ നമ്മൾ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.